അവശേഷിക്കുന്നത് 4 മിനിറ്റ് മാത്രമാണ്. ഒരു 1.5 മിനിറ്റ് വീതം നമുക്കിത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ജിമ്മിയിൽ തുടങ്ങാൻ തോന്നുന്നു. ജിമ്മി, ഈ അന്വേഷണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നു. BJP തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്ത്രിയെ ബലിയാടാക്കിക്കൊണ്ട് മന്ത്രിയെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട എന്നതാണ് BJPയുടെ പൊളിറ്റിക്കൽ ലൈൻ. ആ പൊളിറ്റിക്കൽ ലൈൻ ഇനി കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ? എല്ലാ സാധ്യതയുണ്ട്. കോൺഗ്രസ് ആ പൊളിറ്റിക്കൽ ലൈൻ പറയാതെ പറയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ നോക്കൂ, ഇത് വലിയ തട്ടിപ്പാണെന്ന് പറയും. അതായിരിക്കും BJPയേക്കാൾ മുമ്പേ കോൺഗ്രസ് ഇന്ന് തന്നെ അത് എറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് കടകംപള്ളിയെ പിടിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രശാന്തിനെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്ത്രി അറസ്റ്റിലാണെങ്കിൽ ബാക്കിയുള്ളവരും പിടിക്കണം. തന്ത്രി മാത്രം പോരാ, മന്ത്രി വേണം. അതായിരിക്കും അടുത്ത ക്യാമ്പയിൻ. തന്ത്രി അകത്ത് മന്ത്രി എവിടെ എന്നുള്ളതായിരിക്കും ചോദ്യം. അതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ തന്നെ ഉത്തരവാദിത്തമുണ്ട്. കാരണം ദേവസ്വം ബോർഡാണ് ആത്യന്തികമായി ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നത്. തന്ത്രിക്ക് ഉള്ളതിനേക്കാൾ റോള് അവർക്ക് തന്നെയാണുള്ളത്. അതിലെ ഭാഗമായിട്ടുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിൽ CPM നേതാക്കൾ അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിൽ സർക്കാരിനും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ടവർ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇനി കിട്ടുന്ന മൊഴികളാണ് ഏറ്റവും പ്രധാനം. ഈ തന്ത്രി നൽകുന്ന മൊഴി, തന്ത്രിയെ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോവുകയാണ്. ആ മൊഴി വളരെ നിർണായകം. ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് വരുന്നത് ഈ അന്വേഷണത്തെ തീരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം SITയിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. SITയിൽ വിശ്വാസമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഏത് SITയിൽ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ SITയിൽ എന്ന് പറഞ്ഞാൽ BJP ഒരു പുതിയ കഥ, നാമജപ ഘോഷയാത്രയ്ക്ക് സമാനമായൊരു കഥയുമായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ തുടക്കം ഇന്നുണ്ട്. സന്ദീപ് വാചസ്പതി തന്ത്രിയുടെ വീട്ടിൽ പോയി. ഈ കേസിൽ അറസ്റ്റ് ചെയ്ത 11 പേരുടെ വീട്ടിലും സന്ദീപ് വാചസ്പതി പോയിട്ടില്ലല്ലോ. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 11 പേരുടെ വീട്ടിൽ ആറന്മുളയിലല്ലേ പത്മകുമാറിന്റെ വീട്ടിൽ പോയി. വൈറ്റിലും അങ്ങനെയല്ല. അവിടെയാണ് തന്ത്രിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം സംഘപരിവാർ നടത്തുന്നു എന്നുള്ളത് ഈ അന്വേഷണത്തെ ഒന്ന് അട്ടിമറിക്കുക മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ പേരിൽ മറ്റൊരു രാഷ്ട്രീയ വ്യാഖ്യാനം ഉണ്ടാക്കാൻ പോകുന്നു. അത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ടെന്ന് പ്രേക്ഷകർ തിരിച്ചറിയണം. അന്ന് ആചാരലംഘനം നടന്നിട്ടില്ല. കാരണം എന്താ? ആചാരലംഘനം എന്നുള്ളത് ഭരണഘടനാപരമായി നമുക്ക് പറയാൻ കഴിയില്ല. ഭരണഘടനാപരമായ ഒരു ഏജൻസിയും അന്ന് യുവതീ പ്രവേശനം നടന്നതിനെ എതിർത്തിട്ടില്ല. ഒരു ഏജൻസിയും എതിർത്തിട്ടില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് അവിടെ യുവതീ പ്രവേശനം നടക്കുന്നത്. അത് ആചാരലംഘനമാകുന്നത് തന്ത്രി കുടുംബത്തിനും വിശ്വാസികൾക്കുമാണ്. അപ്പോൾ ഭരണഘടനാപരമായ ഒരു സ്ഥാപനവും ആചാരലംഘനം നടന്നിട്ടില്ലെന്ന് പറഞ്ഞ യുവതീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ അന്ന് ശുദ്ധികലശം നടത്തിയ തന്ത്രി, ആ വിഷയത്തിൽ ആചാരലംഘനത്തിന്റെ പേരിൽ സമരത്തിനിറങ്ങിയ സംഘപരിവാർ ഇന്ന് ആചാരലംഘനം നടത്തി എന്ന് ഒരു പോലീസ് ഏജൻസി ഹൈക്കോടതി നിയോഗിച്ച് SIT കണ്ടെത്തിയുമ്പോൾ ആ ആചാരലംഘനം നടത്തിയ ആളുടെ വീട്ടിൽ പോയി അയാളെ പിന്തുണയ്ക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് പ്രേക്ഷകർ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലെ ടേക്ക്. കാര്യം കൂടെ, ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദിയും BJPയും ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ തിടുക്കം കാട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ ഹൈന്ദവ സംഘടനകളും അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട സംശയം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ തിടുക്കമെന്ന് പറയുന്നതിലും ഒരു കള്ളത്തരമുണ്ട്. കാരണം ഈ അന്വേഷണം കഴിഞ്ഞ 15-ാം തീയതി തീരേണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ തീരേണ്ടതാണ്. 6 ആഴ്ച കൂടി സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അധിക സമയം എടുത്തുകൊണ്ടാണ് ഈ അന്വേഷണം പോകുന്നത്. ഒട്ടും തിടുക്കപ്പെട്ടിട്ടില്ല, വളരെ വൈകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് എന്നുള്ള വ്യാഖ്യാനം വരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വലിയ ഒരു കുറ്റമാണ് എന്ന മട്ടിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. കാരണം 18-ാം പടിക്ക് മുകളിലുള്ള ഏത് ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും തന്ത്രിയുടെ അനുമതി അവിടെ ആവശ്യമുണ്ട്. തന്ത്രി അറിയാതെ ഒരു ഇലയും അനങ്ങില്ല. ഇത് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. തന്ത്രി തടസ്സം എഴുതിയിട്ടില്ല മഹസറിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പോറ്റിയുമായിട്ട് ഇയാൾ കടുത്ത ബന്ധമുണ്ടായിരുന്നു തന്ത്രിക്ക്. പോറ്റി അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തിന്റെ വിവാഹത്തിൽ പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ സജീവ പങ്കാളിത്തം നമ്മൾ കണ്ടതാണ്. റോദ്ധം ജുവലറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് മഹേഷ് കണ്ഠര് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്, വാരിവാഹനം അടക്കം വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് BJPയുടെ നിലപാടിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. വരുന്ന ദിവസം കേരളം അതീവ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ യുവതീ പ്രവേശന വിഷയത്തിലുണ്ടായ അതേ വിഷയം ഇവിടെ ഉണ്ടാവും. ഒറ്റ വാചകമേ ഉള്ളൂ. അന്ന് ആചാരലംഘനം നടക്കാതെ ആചാരലംഘനത്തിന്റെ പേരിൽ പ്രക്ഷോഭത്തിനിറങ്ങുന്നവർ ആചാരലംഘനം നടത്തിയ തന്ത്രിയെ പിന്തുണയ്ക്കാൻ എത്തുന്നത്, അതായത് എന്ന് പറയുന്ന ഈ അറസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ പിന്തുണയ്ക്കാൻ എത്തുന്നതിന് പിന്നിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. അത് കേരളം തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്.
കേരളത്തിൽ BJPയുടെയും കോൺഗ്രസിന്റെയും ഒരേ ആശയമായി മാറിയിരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യൽ എന്തോ ഗൂഢാലോചന ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ SITയിൽ വിശ്വാസമില്ല എന്നുള്ള, ഹൈക്കോടതിയുടെ SITയിൽ വിശ്വാസമില്ല, തന്ത്രിയും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം തന്ത്രിയെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതാരാ? SITയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യത്തിലാണ് കേരളത്തിൽ തീരുമാനമായിരിക്കും. ഒന്ന്, ദൈവതുല്യൻ ആരാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് പോറ്റിയെ കയറ്റിയ പാട്ട് മാറ്റി എഴുതേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നു. കാരണം അതുമാണ് കാര്യമായി ഉപയോഗിച്ചത്. അപ്പോൾ അന്നേ ഇടതുപക്ഷവും CPM പാട്ട് മാറ്റിയല്ല, പാട്ടിനെ വരി കൂട്ടണം. അല്ല, ആയിക്കോട്ടെ. അപ്പം ഇടതുപക്ഷവും സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അധികാരത്തിന് പുറത്ത് അധികാരം കൈകാളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ ആ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം തന്ത്രിയെ അവിടെ കയറ്റിയതും അത് മുന്നോട്ട് കൊണ്ടുപോയതും ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു ഏകദേശമെങ്കിലും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇനി കാണാൻ പോകുന്നതാണ് പൂരം. ഇതുവരെ പൂരം വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജിമ്മി പറഞ്ഞതിനകത്ത് എനിക്ക് ഒരു വിയോജിപ്പുള്ളത്, ഭാഗികമായ ഒരു വിയോജിപ്പ്, തിരുത്തുകയും കൂടി വേണം. എന്താണെന്നറിയോ? കൂട്ടണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാര്യം നിലവിൽ ഒരു ഭാഗം അതിനകത്തുണ്ട്. പക്ഷെ പോറ്റിയെ കയറ്റിയത് ആരാണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ പോറ്റിയെ കയറ്റിയത് ആരുടെ കാലത്താണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് തന്ത്രിയുടെ പേരിലേക്ക് വന്നു നിൽക്കുന്നു. ജി രാമൻ നായരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള വിവരം വരുന്നു. അത് UDFന്റെ കാലത്ത് നിയമിതനായിരിക്കുന്ന ജി രാമൻ നായരാണ്. കൊടിമരവും വാജിവാഹനവും ഉണ്ടായിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത്. അതാണ്. അപ്പം പോറ്റിയെ കയറ്റിയത് അതാണ്. പോറ്റിയെ കയറ്റിയത് ഇപ്പോഴത്തെ മോഷണം 2019 ഇല്ല, പോറ്റിയെ കയറ്റിയത് 2019 2007 അയാളെ വന്നു. അല്ല, 2000 മോഷണം തുടങ്ങിയ 19 അതാണ്. പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യത്തിന് ബാംഗ്ലൂരിൽ കീറി മുറിക്കണം. അത് ആഘോഷിച്ചവർ കേൾക്കണമല്ലോ. തിരുത്തണം, വരി കൂട്ടണം. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിലെ പഴയ കൊടിവിനോടെ തൽക്കാലം നമ്മുടെ മുമ്പിൽ ഈ കൊള്ളയുടെ കാര്യത്തിൽ എനിക്ക് അതിനകത്ത് വിയോജിപ്പില്ല. പക്ഷേ എനിക്ക് വിയോജിപ്പുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന ചോദ്യത്തിന് ചർച്ചയായി മാറിയ വിഷയമാണ്. വരട്ടെ, മണികൾ വരട്ടെ, ദ്വാരപാലക ശില്പമല്ല, നമുക്കറിയാവുന്ന വസ്തുത 2007 ചിത്രമാണ് ഏറ്റവും ഒടുവിലുള്ളത്. ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായരാ, UDFന്റെ കാലത്ത് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാ. അപ്പൊ പോറ്റിയെ കയറ്റിയത് ആര്? ദേവസ്വം ബോർഡ് അല്ലാന്ന് എനിക്കറിയാം, കയറ്റിയത് തന്ത്രിയാ. പക്ഷെ അതെന്തിനാ മറച്ചു വയ്ക്കുന്നേ? അത് നമ്മൾ പറയട്ടെ. ശരി, മോഷണം 19. അതെ, കള്ളം കയറിയത് രാത്രിയാണ്, പക്ഷെ കട്ടത് പകലാണെന്ന് പറഞ്ഞാൽ രാത്രിയിലെ കാവൽക്കാരനെ വെറുതെ വിട്ടു. പട്ടാപ്പകലാണ് പോയത്. പക്ഷെ കള്ളം കയറി രാത്രിയാണ്, അത് വിണ്ടൂല. പോറ്റി വള്ളി നിൽക്കിട്ട് പണ്ടേ കയറ്റിയത് രാത്രിയിലാണ്. രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളിപ്പം പുറത്ത് വന്നിട്ട് ചോദിക്കുക, പകലല്ലേ കൊള്ള നടന്നതെന്ന് പറഞ്ഞ എന്റെ പേരും. അപ്പൊ പിന്നെ അന്വേഷിക്കുന്നത് കയറ്റിയതാണ്. കള്ളൻ വേറെ പണിക്ക് വന്നു, അതിനുശേഷമാണ് കള്ളനായത്. വഴിയുണ്ടാക്കി കൊടുത്തത് നിങ്ങളല്ല, സർക്കാർ സംവിധാനം. ആ സമയത്ത് എന്തായിരുന്നു ആ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത ആദ്യത്തെ വരി വൃത്തിയായിട്ട് മാറ്റി എഴുതി. ആ പാട്ടിലെ ഒരു വരി കൂടി കൂട്ടിച്ചേർക്കുന്നതിനോടൊപ്പം ആദ്യത്തെ വരിയിൽ ഒരു മാറ്റം വരുത്തി. ആദ്യത്തെ ഇനി വരുന്ന ഇലക്ഷനിൽ മാറ്റി ഉപയോഗിച്ചാൽ മതി. അത് മാറ്റി അവരാ പാട്ട് വിട്ടത്, അതിന്റെ ആവശ്യം കഴിഞ്ഞു പോട്ടെ. Debate with Dr. Arun Kumar.